ഹലോ ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അറക്കൽ തറവാടിലേക്ക് പ്രിയയും വിനോദും എല്ലാവരും എത്തുകട്ടോ. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വന്നത്? അത് ഗീത വെച്ച് പറഞ്ഞതല്ലോ, ഇന്ന് 5:30 ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്, അതിൽ പങ്കെടുക്കാൻ വന്നതാ. അപ്പോൾ വരുണോട് ഇപ്പോൾ വിനോദിനോട് ചോദിക്കുന്നു കേട്ടോ, എന്താ വിനോദേ ഇവിടെ, നിന്റെ ചേച്ചിക്ക് എന്താ പറ്റിയത്, എന്താ കാര്യങ്ങൾ എവിടെ തെറ്റ് നടക്കാൻ പോകുന്നത്? എനിക്കറിയില്ല എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെ രേഖയാണെങ്കിൽ എല്ലാവർക്കുള്ള ജ്യൂസുമായിട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഗീത പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ നിനക്കറിയോ എന്നിങ്ങനെ രാധിക ചോദിക്കണം, ഇവിടെ എന്താ നടക്കുന്നത് നിനക്കറിയോ രേഖയെ? ഉടനെ പറയാട്ടോ, എനിക്കറിയാം ചിലതൊക്കെ, പക്ഷേ അതൊന്നും പുറത്ത് പറയാനോ മിണ്ടാനോ പറ്റില്ലല്ലോ. വായും പൂട്ടി ഇരിക്കാനല്ലേ ഞാൻ ഇവിടെ വന്ന് കയറിയ കാലം മുതൽ എന്നെ പഠിപ്പിച്ചത്, അതാ എന്നിങ്ങനെ പറയട്ടോ. എന്തായാലും നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയാം. അങ്ങനെ എന്നിട്ട് ഗീതവും ഗോവിന്ദും കൂടെ താഴേക്ക് ഇറങ്ങി വരികയാണ്, ലാപ്ടോപ്പ് എല്ലാം കൊണ്ടിട്ട്. അപ്പോഴത്തേക്കിനും ഗോവിന്ദ് ചോദിക്കണം, നീ എന്തിനാണ് മീറ്റിംഗ് വച്ചത്, കാര്യം പറയാം അങ്ങോട്ട്. ഞാൻ പറഞ്ഞതെല്ലാം കണ്ണേട്ടൻ വിശ്വസിക്കാത്ത ചില ദുരൂഹതകൾ ഈ വീട്ടിലുണ്ടെന്ന് അതൊന്നും കണ്ണേട്ടൻ വിശ്വസിക്കുന്നില്ല. ആ ദുരൂഹത മനസ്സിലാക്കാനും ഇവിടുത്തെ കള്ളത്തരങ്ങൾ ഇവർ കാണിക്കുന്ന പരിപാടികളെല്ലാം അതിൻ്റെ സത്യസന്ധത എന്താണെന്ന് കണ്ണേട്ടനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ മീറ്റിംഗ് വെച്ചതെന്ന് പറയട്ടോ. എന്നാൽ പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് കാണിക്കുക എന്ന് പറയാം. അങ്ങനെ ഗീതു പറയാണ്, രാവിലെ രാധികാമ്മയും വരണം എന്നോട് നടത്തിയ വെല്ലുവിളി ഉണ്ടല്ലോ, അതെല്ലാം ഞാനൊരു ബട്ടൺ ക്യാമറയിലേക്ക് പകർത്തിയിട്ടുണ്ട്. നിങ്ങൾ നടത്തിയ ഈ വെല്ലുവിളി ഞാൻ ഇതിലേക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നടന്ന എല്ലാ ക്രിമിനലുകളെ കുറിച്ചും സുവർണയെ നടത്തിയ വെളിപ്പെടുത്തലുകളും എൻ്റെ കയ്യിലുണ്ട്. എല്ലാം സുവർണ സത്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാം റെക്കോർഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കാം. എന്നാൽ പിന്നെ അങ്ങോട്ട് കാണിക്കടി, എന്തിനാ നേരം വൈകിക്കുന്നതെന്ന് ഗോവിന്ദ്. ഞാൻ എന്തായാലും ടി വിയിൽ തന്നെ ഇത് കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ടി വിയിലേക്ക് അത് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ടെൻഷനായി, ആകെപ്പാടെ പ്രശ്നമായിട്ട് കേട്ടോ. ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് തുടങ്ങി. ഞാൻ എന്ത് ചെയ്തിട്ടാ, ഇവളിത് ഓരോ കള്ളത്തരങ്ങൾ ഉണ്ടാക്കി വരുന്നതാണ് ടെൻഷൻ കാരണം. രാധികയും വരണവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്. എന്താ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ കണ്ണ? നിനക്ക് ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞു വിട്ടേക്ക്, ഞാനും ഒന്ന് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ രാധിക. എല്ലാവരും കൂടെ ടെൻഷൻ കാരണം സുവർണയും ഒക്കെ ടെൻഷൻ കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്മ പ്രിയ പറയാട്ടോ, അമ്മ എന്തിനാ ഇത്ര ഇമോഷൻ ആകുന്നത്? ഗീത ചേച്ചി ആദ്യം വീഡിയോ കാണിക്കട്ടെ, അത് കഴിഞ്ഞ് പോരെ? അപ്പോൾ വരുണും പറയാണ്, കുറേ നാളായി എനിക്കും അമ്മയ്ക്കും നേരെയുള്ള ഇവളുടെ ഒരു കള്ളപ്രചരണം നടക്കുന്നു. ആദ്യം ഇവളുണ്ടാക്കിയ തെളിവുകളെന്ന് പറഞ്ഞ് ഈ സാധനം ഉണ്ടല്ലോ, ഇതിനെ എറിഞ്ഞ് പൊട്ടിക്കണം എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ഒരു ലാപ്ടോപ്പിനെ വലിച്ചെറിയാൻ നോക്കുക കേട്ടോ. ഉടനെ തന്നെ ഗോവിന്ദ് കയറി അത് തടയാണ്. അതൊന്നും ചെയ്യണ്ട, നീ അവിടെ വെച്ചിരിക്കുന്ന. അതിന് പെട്ടെന്ന് തന്നെ എന്തായാലും ഇനിയിപ്പം രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. സുവർണയാണെങ്കിൽ പെട്ടെന്ന് ഒരു കള്ള ഫോൺ ചെയ്തിട്ട് മുങ്ങാനുള്ള ശ്രമത്തിലാണ്. ഉടനെ ജസ് പറയുന്നുണ്ട്, ഇതിനകത്തുനിന്ന് ആരും പുറത്ത് പോകണമെന്ന് ഗോവിന്ദ് സാർ തന്നെ തീരുമാനിക്കും, അപ്പോഴും നീ പോയാൽ മതി. സുവർണയും ആകെ പെട്ട് നിൽക്കട്ടോ. അങ്ങനെ ആദ്യം തന്നെ രാധികാമ്മയുടെയും വരണൻ്റെയും ഒരു തകർപ്പൻ പ്രകടനം തന്നെ നമുക്ക് കാണാം എന്നിങ്ങനെ ഗീതു പറയട്ടോ. എന്നിട്ട് ആ തെളിവുകളെല്ലാം അങ്ങോട്ട് പ്ലേ ചെയ്യിക്കുകയാണ്. പക്ഷേ തെളിവുകളൊന്നും കാണുന്നില്ല. ഗീതു ആകെ തകർന്നു പോയട്ടോ. ഉടനെ തന്നെ എല്ലാവർക്കും ഒരു ധൈര്യമായി. എവിടെയിടി ഗീതു തെളിവുകൾ? വിരട്ടാൻ വയ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമ്മളെ പൊട്ടന്മാരാക്കുമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വരണം. അതുപോലെ തന്നെ രാധികയും കൂടെ ഗീതുവിൻ്റെ നേർക്ക് ആക്രോശിച്ചുകൊണ്ട് നിൽക്കട്ടോ. ഉടനെ സുവർണ പറയാ, ഇതെല്ലാം അവളുടെ ഷോയാണ്, എല്ലാവർക്കും ഒരു ധൈര്യമായി, വീഡിയോയിലൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ തന്നെ ഗീതു ആകെ തളർന്നു പോയിരിക്കണം. അപ്പോൾ വിനോദ് അതിൻ്റെ ഇടയ്ക്ക് പോയി ചെന്ന് ചോദിക്കട്ടെ, എന്തിനാ ചേച്ചി ആളുകളെ ഇങ്ങനെ നാണം കെടുത്തി വിളിച്ച് വരുത്തി? അപ്പോൾ പ്രിയ ചോദിക്കുന്നുണ്ട്, സത്യമാണോ ചേച്ചി, എന്തെങ്കിലും തെളിവുണ്ടായിട്ടാണോ? അപ്പോൾ ഗീതു ദേഷ്യം വന്നിട്ട് പോയി എല്ലാവർക്കും. അപ്പോഴത്തേനും ഉടനെ തന്നെ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതു ഇന്നത്തോടെ നിന്റെ ഈ കളി മതിയാക്കിക്കോ എന്ന് പറയാട്ടോ. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുക കണ്ണേട്ടാ എന്നിങ്ങനെ ഗീതവും പറയുന്നുണ്ട്. ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് എന്ന് വയ്ക്കുമ്പോഴത്തേക്കും ഇതല്ലേ പോയുള്ളൂ, ഇതിൻ്റെ SD കാർഡ് നമ്മുടെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പോയി അത് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് അതിനകത്ത് എന്തായാലും കാണാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയി ആ മാല തുറന്ന് ആ മാലയ്ക്കകത്തുനിന്ന് കാർഡ് എടുത്തിട്ട് വരാം കേട്ടോ. പക്ഷേ അതും കൊണ്ടുപോയി താഴോട്ട് വരുമ്പോൾ ഗീത പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ അങ്ങ് തോറ്റു പോകാൻ തയ്യാറല്ല, 2 ദിവസം ഞാൻ കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്ത് എടുത്തതല്ലേ, ഞാനിതിവിടെ കാണിക്കുമെന്നും പറഞ്ഞ് താഴോട്ട് കൊണ്ടുപോയി അതും പ്ലേ ചെയ്യിക്കുക കേട്ടോ. പക്ഷേ അതിനകത്ത് ഒന്നുമില്ല, എല്ലാം ഡിലീറ്റായി പോയിരിക്കുകയാണ്. ദൈവമേ, എല്ലാവരുടെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ ഈശ്വര എന്നും പറഞ്ഞ് ഗീത ചമ്മി നാറി സങ്കടപ്പെട്ട് തളർന്ന ആ കസേരയിലേക്ക് അങ്ങ് ഇരിക്കുക കേട്ടോ.
ഉടനെ ആ ഒരു അവസരം മുതലാക്കിയിട്ട് വിനോദിനോട് വരുമ്പോൾ ചോദിക്കുകയാണ്, നിന്റെ ചേച്ചിക്ക് എന്തോ കാര്യമായ മാനസിക പ്രശ്നമുണ്ട്, ഇപ്പോഴേ ചികിത്സിക്കണം, എന്നാലും ശരിയാവുള്ളൂ പറയാം. ഉടനെ രാധിക പറയാട്ടോ, സമനില തെറ്റി ഇവളെ കോടതി വിധി വരുന്നവരെ എങ്ങനെ സഹിക്കും കണ്ണാ, ഇപ്പൊ നിനക്ക് ഇതൊക്കെ മനസ്സിലായില്ലോ എന്നൊരു അവസാനം നാണക്കേട് കാരണം ഗീതു അവിടെ എണീറ്റ് പോവാൻ പോവുക. ഉടനെ തന്നെ ഗോവിന്ദ് പറയാ, ഇരിക്കടി അവിടെ, നീ ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം ഞാൻ ഒരു അക്ഷരം മിണ്ടാതെ കണ്ടുകൊണ്ട് നിന്നവനാണ്, എന്നിട്ട് ഇപ്പൊ നീ എന്താ കാണിച്ചത്, അതുകൊണ്ട് നീ ഇനിയിപ്പോ തെളിവുകളുണ്ടെന്ന് പറയാം, അത് നീ ഇവിടുന്ന് കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഗീതുവിനെ നാണം കെടുത്തോട്ടെ. ഉടനെ പ്രിയ പറയുന്നത്, എന്തിനാ ഏട്ടാ ഗീതച്ചിനെ വഴക്ക് പറയുന്നത്, സമാധാനപ്പെട്, അങ്ങനെ ഇവളുടെ അനാവശ്യമായ ഒരു കണ്ടെത്തലുണ്ടല്ലോ ഇതോടെ നിർത്തിക്കണം. ചേച്ചി, നിനക്കിവിടെ ശത്രുക്കളൊന്നുമില്ല, ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ, പിന്നെ എന്തിനാ ഇതൊക്കെ അന്വേഷണം നടക്കണമെന്ന് വിനോദ് എല്ലാം കൂടെ കേട്ടിട്ട് ആകെപ്പാടെ ഗീതുവിന് സങ്കടം. അവസാനം രേഖ പറയുന്നുണ്ട്, വാ നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് പ്രിയയും രേഖയും കൂടെ ഗീതുവിനെ വിളിച്ചിട്ട് പോവാട്ടോ. ഗോവിന്ദാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ചെന്നിട്ട്, അമ്മ ഇവിടെ കാണിച്ചു കൂട്ടി ഇതിനെല്ലാത്തിനും, അമ്മ നാണം കെടുത്തിയതിനും ഒക്കെ ഞാൻ നിങ്ങളോട് സോറി പറയാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പോകുന്നു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞ് പോവാണ്. അപ്പോൾ വരുണ വന്ന് നേരെ രാധിക ചോദിച്ചു, എന്താ അമ്മ ഇവിടെ നടന്നത്, എന്ത് നടക്കാനാ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയോ അവളുടെ കയ്യിൽ തെളിവുകളുണ്ട്, ഇല്ലെങ്കിൽ അവൾ ഇത്ര ധൈര്യത്തോടുകൂടി ഇതൊന്നും കാണിക്കാൻ വരില്ല. പക്ഷെ ഇതൊക്കെ എവിടെ പോയി, എന്തോ ഒരു തിരിമറി ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്, അതെന്താന്ന് മാത്രം ആർക്കും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ പ്രിയ ചെന്ന് നമ്മുടെ ഗീതുവിനോട് പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി അമ്മയെ എനിക്ക് വിഷമിപ്പിച്ചത് വലിയ തെറ്റായി പോയി എന്ന് പറയുമ്പോഴത്തേക്കിനും ഗീതു പറയാം, ഓ അത് ശരി, ഞാനാണല്ലേ ഇപ്പം തെറ്റുകാരി, അങ്ങനെയല്ല, അമ്മയ്ക്ക് നിങ്ങളോട് വെറുപ്പുണ്ട്, കാരണം ഗോവിന്ദേട്ടന് പറ്റിയൊരു സംബന്ധമല്ലല്ലോ ഇത് കല്യാണം കഴിച്ചാൽ, അപ്പം അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ പിരിക്കണമെന്നുള്ള ആഗ്രഹം അമ്മയ്ക്കുണ്ടായിരുന്നു എന്നും പറഞ്ഞ് നിങ്ങളെ ദ്രോഹിക്കണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ശരി, അപ്പം ഞാനാ കള്ളം പറയണ കള്ളി അല്ലേ, അങ്ങനെയല്ല, തെളിവ് വേണം ചേച്ചി, തെളിവ് കൊണ്ട് മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രിയ പറയാം. അപ്പോൾ ഉടനെ തന്നെ രേഖ പറയുന്നുണ്ട്, പ്രിയേ നിനക്കറിയില്ല ഇവിടുത്തെ കാര്യങ്ങൾ, തെളിവുകൾ നശിപ്പിക്കാനുള്ളവരും ഇവിടെ തന്നെ ഉണ്ട്, അത് രേഖിച്ച് പറഞ്ഞതാ സത്യം, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും ചേച്ചി ഞാൻ തോറ്റുപോയല്ലോ, തോറ്റുപോയെന്ന് പറയല്ലേ ഗീതു, എന്നെപ്പോലെ ഒരു തോറ്റ മരുമകളാകരുത് നീ, ജയിക്കാൻ വേണ്ടി വന്നവളാണ്, നീ പോരാടി ജയിക്കണം, നീ ഏറ്റെടുത്ത ദൗത്യം നീ ജയിച്ച് കാണിക്കുക തന്നെ വേണം. പക്ഷേ നീ തോറ്റുപോയി നിനക്ക് തോന്നിക്കഴിഞ്ഞാലേ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഇറങ്ങിപ്പോടി, ഇവരുടെ ആട്ടും തുപ്പും ചവിട്ടി മതിക്കാനായിട്ട് ഇവിടെ നിന്ന് കൊടുക്കരുത്, ഇറങ്ങിപ്പോണം, പോരാടണം, അതാണ് വേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഗീത പറഞ്ഞു, ചേച്ചിയുടെ ഈ വാക്കുകൾ എന്നെ ആത്മവിശ്വാസം നൽകുന്ന ഒരു വാക്കുകളാണ്, ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കില്ല ചേച്ചി, ഇതിന് എന്തായാലും ഇത് ഞാൻ ഉറപ്പായിട്ടും എല്ലാവരും ഞാൻ ഇതിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നുള്ള വാശി വീണ്ടും ഗീതുവിനെ ഉണ്ടാക്കുകയാണ് രേഖ. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ എപ്പിസോഡ്. പുതിയ എപ്പിസോഡ് വീണ്ടും വരാം.